എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 799 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സോളാർ ലൈറ്റ്, അതാണ് ഇത്. ഒരു ഗേറ്റ് ലൈറ്റ് നമ്മൾ ആമസോണിൽ നോക്കിയപ്പോഴേ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ഞാൻ കണ്ടത് ഈ ഒരു ലൈറ്റാണ്. എന്തായാലും ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഹോം ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ആമസോണിൽ വിൽക്കുന്നത്. ഞാൻ രാവിലെ അങ്ങനെ നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല, അതുകൊണ്ട് CCTVയിൽ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ രാവിലെ നേരം വെളുക്കുന്നവരെ ഈ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ഈ CCTVയുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മളിത് ഒരു 5-6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാനിത് വെച്ചത്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ സൂര്യപ്രകാശം മാക്സിമം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. ഈ ഒരു ബോക്സ് തുറക്കുമ്പോഴേ നമുക്ക് 2 പേപ്പർ കിട്ടും. ഈ ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാക്സിമം വെയിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെക്കുക. അതാണ് ഒരു സെറ്റപ്പ്, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ലൈറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റാൻഡും പിന്നെ ആണെങ്കിൽ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമ്മൾ മേടിച്ചത് ഏറ്റവും ചെറിയ സൈസാണ്, 10 സെൻറ്റിമീറ്ററിൻ്റെ. 25 സെൻറ്റിമീറ്റർ വരെയുള്ള ലൈറ്റുകൾ ഉണ്ട്. നമ്മൾ വാങ്ങിച്ച ഏറ്റവും ചെറിയ മോഡലിൻ്റെ കൂടെ റിമോട്ടില്ല, ബാക്കി എല്ലാത്തിലും റിമോട്ടുണ്ട്. പ്രത്യേകിച്ച് റിമോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യൻ പോകുമ്പോൾ കത്തുന്ന ലൈറ്റാണ്. രാവിലെ നേരം വെളുക്കുമ്പോൾ കെട്ടുപോകും. 3.2 വോൾട്ടിൻ്റെ സെല്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3.7 വോൾട്ടിൻ്റെ സെല്ലിനേക്കാളും കുറച്ചും കൂടെ കാലം ഇതിന് ലൈഫുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ മഴക്കാലത്ത് കുറച്ച് ദിവസം വെയിൽ ഇല്ലെങ്കിൽ ഈ ലൈറ്റൊക്കെ ഓഫാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സെല്ലിൻ്റെ ലൈഫ് പോയിട്ട് ലൈറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. 799 രൂപ കൊടുത്തിട്ട് ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയാം. വർക്ക് ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ലൈറ്റാണിത്. ഇതിനകത്താണെങ്കിൽ ഈ കാണുന്ന ഒരു സ്വിച്ചിൽ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഓണായി കിട്ടും. പക്ഷേ സൂര്യപ്രകാശം പോയി കഴിഞ്ഞാലാണ് ഈ ലൈറ്റ് കത്തുകയുള്ളൂ. ഇവിടെ കണ്ടോ, സോളാർ പാനലേ കൈ ഉപയോഗിച്ചിട്ട് മറിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റ് കത്തിയതായിട്ട് കാണാം. ഇനി കൈ മാറ്റുമ്പോൾ ഈ ലൈറ്റ് കെട്ടുപോകും. ഈ ലൈറ്റ് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് പകൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് രാത്രിയിൽ ഈ ലൈറ്റ് തെളിഞ്ഞു കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. കാണിച്ചു തരാം. നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടേക്ക് സൂര്യപ്രകാശം ഒട്ടും തന്നെ ലഭിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ലൈറ്റ് വാങ്ങിക്കരുത്. വെറുതെ നിങ്ങളുടെ പൈസ പോകുന്നതാണ്. കാരണം സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഇത് രാത്രിയിൽ വലിയ സമയമൊന്നും കത്തത്തില്ല, പെട്ടെന്ന് തന്നെ കെട്ടുപോകും. കണ്ടോ, രാത്രിയിൽ ഇപ്പോൾ കത്തുമ്പോൾ ഉള്ള ലുക്കാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒരു ചതുരക്കട്ട പോലെ ഈ ലൈറ്റ് ഇവിടെ കത്തി നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, സോളാറാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാർക്ക് അത് ഒരു ഉപകാരമായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിച്ചത് 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഏറ്റവും ചെറുതാണ്. അതിൽ ഇത്ര വെട്ടാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് 25 സെൻറ്റിമീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വെട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കേ ഈ ഒരു ചെറിയ ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ നിലവിൽ അവിടെ വേറെ ലൈറ്റിൻ്റെ വെട്ടം വരുന്നുണ്ട്. പിന്നെ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിച്ചു വെച്ചു, അത്ര തന്നെ. ഈ ഒരു ലൈറ്റ് നമുക്ക് 3 കളറിൽ കത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്ന സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിൽ ഈ കാണുന്ന പോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറി മാറി വരും. ആമസോണിൽ ഈ ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതാണെങ്കിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 799 രൂപയാണ് ഇതിൻ്റെ വില.